നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ നീരൊഴുക്ക് തുടർന്നാൽ ഇടുക്കി ഡാം ഒരു ദിവസത്തിനകം തുറക്കും. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ 86ാം സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ നാടെങ്ങും ആചരിച്ചു. വിലയിടിവും വൈദ്യുതി ചാർജ് വർധനയും കേരളത്തിലെ ചെറുകിട കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വാർത്തകൾ വിശദമായി. ശക്തമായ നീരൊഴുക്ക് തുടർന്നാൽ ഒരു ദിവസത്തിനകം ഇടുക്കി ഡാം തുറക്കും. ജലനിരപ്പ് 2403 അടിയിൽ എത്തിയാൽ ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുമെന്ന് ഡാം സന്ദർശിച്ച ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ കറുപ്പൻകുട്ടി. ശക്തമായ നീരൊഴുക്ക് തുടർന്നാൽ ഇടുക്കി ഡാം ഒരു ദിവസത്തിനുള്ളിൽ തുറന്നേക്കും. ജലനിരപ്പ് 2403 അടിയിലെത്തിയാൽ ഇടുക്കി റിസർവോയറിന്റെ ഭാഗമായ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകളാണ് തുറക്കുക. 2402.15 അടിയിലെത്തിയാൽ ഡാമിന്റെ ഷട്ടറിന് മുൻപിലുള്ള ഗേറ്റ് തുറക്കും. തുടർന്നാവും ഷട്ടർ തുറക്കുക. 6 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പ് നൽകി പകൽ സമയത്ത് മാത്രമേ ഷട്ടർ തുറക്കൂവെന്ന് ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ കറുപ്പൻകുട്ടി പറഞ്ഞു. ഷട്ടറുകളുടെ നില ക്രമീകരിക്കുന്നത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വിലയിരുത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 99% വെള്ളം ആയാലേ നമ്മൾ തുറക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് ഇപ്പോൾ 98% കഴിഞ്ഞു. ഇൻഫ്ലോ കൂടുതലാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവൽ 99% കവിയും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത്. അത് 2402.15 അടിയാകുമ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് 2403 ലെവലിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗേറ്റ് തുറക്കാൻ ഇപ്പോഴത്തെ ഇൻഫ്ലോ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിയും. ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം കൂടിയാൽ നമുക്ക് നേരത്തെ തുറക്കേണ്ടി വരും. ഈ ഇന്നത്തെ ലെവൽ അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം എടുക്കും. പക്ഷേ നമ്മൾ രാവിലെ ഏതെങ്കിലും ദിവസമേ തുറക്കുള്ളൂ, വൈകുന്നേരം തുറക്കില്ല. അല്ല, രാത്രി ഗേറ്റ് തുറന്ന് വെള്ളം വിടില്ല. നമ്മൾ ഇടുക്കി പവർ ഹൗസിൽ മാക്സിമം ജനറേഷൻ എടുക്കുകയാണ്, എന്നിട്ടും വാട്ടർ ലെവൽ കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ തുറക്കേണ്ടി വന്നേക്കാം എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ അതിനിടയ്ക്ക് വെള്ളം കൂടിയാൽ വേറെ തീരുമാനം എടുക്കേണ്ടി വരും. ഇത് വെള്ളം ഒഴുകി പോകുന്ന വഴിയെ നോക്കും. പോകുന്ന ചപ്പാത്തുകളിലെ ബ്ലോക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പുറത്തോട്ടുള്ള ഒഴുകി പോകുന്ന വഴിയിൽ പെരിയാറിൻ്റെ 2 സൈഡിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ചേർത്തുകൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി അവിടുത്തെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ അവരിൽ നിന്ന് തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡാം തുറക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ വിലയിരുത്തി മുൻകരുതൽ സ്വീകരിക്കാൻ റോഷി അഗസ്റ്റിൻ MLAയുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിച്ചു. ഈ സമിതിയിൽ നീരൊഴുക്ക് ബാധിക്കുന്ന മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളാണ്. 2 പ്രാവശ്യമാണ് ഇതിനു മുമ്പ് ഇടുക്കി ഡാം തുറന്നത്. 1981 ഒക്ടോബർ 29-നും 1992 ഒക്ടോബർ 11-നുമാണ് ഡാം തുറന്നിട്ടുള്ളത്. തുലാവർഷ ആരംഭത്തിലാണ് 2 പ്രാവശ്യവും ഡാം തുറന്നത്. ഇക്കുറി കാലവർഷക്കാലത്ത് തന്നെ ഡാം നിറയുകയാണ്. മുൻപ് ഡാം തുറന്നപ്പോൾ ഭീതിതമായ സ്ഥിതിവിശേഷം പെരിയാർ തീരങ്ങളിൽ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. 3 ഡാമുകളാണ് ഇടുക്കി റിസർവോയറിനുള്ളത്. ഇതിൽ ഷട്ടറുള്ളത് ചെറുതോണി ഡാമിനാണ്. 5 ഷട്ടറുകളാണ് ഡാമിനുള്ളത്. 30 സെന്റിമീറ്ററാണ് ഷട്ടറുകൾ ഉയർത്താറുള്ളത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. മൂലമറ്റം പവർ ഹൗസിൽ പൂർണ്ണതോതിൽ ഉത്പാദനവും നടക്കുന്നുണ്ട്. നിറഞ്ഞു തുളുമ്പാറായ ഇടുക്കി ഡാം കാണാൻ സഞ്ചാരികളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. സെപ്റ്റംബർ 14-ന് അണക്കെട്ട് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തതിനു ശേഷം ഓരോ ദിവസവും സന്ദർശകരുടെ എണ്ണം കൂടി വരികയാണ്. നിറഞ്ഞു കവിയാറായ ഡാമിലൂടെ ബോട്ടിംഗ് ആസ്വദിക്കാനും വൻ തിരക്കാണ്. KTDCയുടെയും വനംവകുപ്പിന്റെയും ഓരോ ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. അവധി ദിനങ്ങൾ ആയതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും ഡാം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ സഞ്ചാരികളുടെ പ്രവേശനം വിലക്കും. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ 86ാം സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ നാടെങ്ങും ആചരിച്ചു. SNDP ശാഖായോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും നടന്നു. ഗുരുപൂജ, ഉപവാസം, ഗുരുദേവ കൃതികളുടെ പാരായണം, അന്നദാനം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഈസ്റ്റ് കല്ലൂർ ശാഖയിൽ നടന്ന സമാധി ദിന ചടങ്ങുകൾ ശാഖാ പ്രസിഡന്റ് റോയി കൊന്നംബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു.
വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞത്, കൃഷിയും കച്ചവടവും വ്യവസായവും ചെയ്ത് സാമ്പത്തിക സ്വയം പര്യാപ്തമുള്ളവരായി മാറാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആർഷഭാരതത്തിലെ മറ്റു സന്യാസിവര്യന്മാരെ അപേക്ഷിച്ച് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു സന്യാസിയെയാണ് ശ്രീനാരായണ ഗുരുദേവനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെല്ലാം ആത്മീയതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം സന്യാസ ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ തന്റെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് തന്റെ ചുറ്റുവട്ടത്തെ സാമൂഹിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മീയവും ഭൗതികവുമായ ചിന്താധാരകളെ സമന്വയിപ്പിച്ചുകൊണ്ട് കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത ഒരു കർമ്മയോഗിയായിരുന്നു ശ്രീനാരായണ. വിലയിടിവും വൈദ്യുതി ചാർജ് വർധനയും കേരളത്തിലെ ചെറുകിട കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. 65 രൂപ നിരക്കിൽ മൊത്തവിലയ്ക്ക് കോഴികളെ വിൽക്കേണ്ടി വരുന്ന കർഷകർ ചെലവ് താങ്ങാനാവാതെ നട്ടം തിരിയുകയാണ്. വിലയിടിവും വൈദ്യുതി ചാർജ് വർധനയും കേരളത്തിലെ ചെറുകിട കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കിലോഗ്രാമിന് 65 രൂപ നിരക്കിലാണ് മൊത്തവ്യാപാരികൾ ഫാമുകളിൽ നിന്ന് കോഴികളെ വാങ്ങുന്നത്. ചില്ലറ വിൽപ്പന മേഖലയിൽ 89 രൂപ വിലയുണ്ടെങ്കിലും കൃഷിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. കോഴിത്തീറ്റയ്ക്ക് 50 കിലോയ്ക്ക് 1500 രൂപയായ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 3.5 കിലോ തീറ്റയെങ്കിലും 45 ദിവസത്തിനുള്ളിൽ ഒരു കോഴിക്ക് നൽകേണ്ടി വരും. കുഞ്ഞിന് 35 രൂപയോളമാണ് വില. ഈ സാഹചര്യത്തിൽ കിലോഗ്രാമിന് 80 രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ കൃഷി നഷ്ടത്തിലാകും. ഇതിനിടെയാണ് കോഴി കൃഷിക്ക് നൽകി വന്ന വൈദ്യുതി സബ്സിഡി പിൻവലിച്ചത്. ഇതോടെ 3 ഇരട്ടിയായി വൈദ്യുതി ചാർജ് വർദ്ധിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഫാം നടത്തുന്നവർക്ക് ഇപ്പോഴത്തെ രീതിയിൽ നഷ്ടമാണ്. അത് കിലോ 90 രൂപ വിലയുള്ളപ്പോൾ ഞങ്ങൾക്ക് 65 രൂപ വില കിട്ടുന്നുള്ളൂ. തീറ്റയ്ക്ക് 1500 രൂപ വിലയാണ് 50 കിലോയ്ക്ക്. അപ്പോൾ ഒരു കോഴി പിടിക്കാറാകുമ്പോഴത്തേനും 3.5 കിലോ തീറ്റ കഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അതിന് ഒരു 80 രൂപയെങ്കിലും വില കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് മെച്ചമുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാഭം കൊയ്യണ റൂട്ട് സെയിലുകാരും വൻകിട കടക്കാരുമാണ്. ഇപ്പോൾ ഭയങ്കരമായ നഷ്ടത്തിലാണ്. കോഴിക്ക് വിലയില്ലാത്തതുകൊണ്ട് ഫാം റേറ്റ് ഒത്തിരി താഴെയായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോഴി ഫാം നഷ്ടത്തിലാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവരുടെ സബ്സിഡി കളഞ്ഞുകൊണ്ട് നമ്മളെ വ്യവസായം എന്നുള്ള മുദ്ര കുത്തിക്കൊണ്ട് അവർ സബ്സിഡി എടുത്തു കളഞ്ഞ് ഇപ്പോൾ കറണ്ട് ചാർജ് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു രീതിയിൽ നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. കേരളത്തിലെ കോഴി കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അന്യസംസ്ഥാനത്തു നിന്നുള്ള കോഴികൾക്ക് നികുതി ഏർപ്പെടുത്തുമ്പോഴും പിടിച്ചു നിൽക്കാനാവാതെ കോഴിക്കൃഷി ഭീഷണിയെ നേരിടുകയാണ്. അടിയന്തരമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് കർഷകർ പ്രതിസന്ധിയിലാവുക തന്നെ ചെയ്യും. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി നേതൃത്വത്തിൽ സൗജന്യ മുട്ടക്കോഴി വളർത്തൽ പരിശീലനം നടത്തി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ പോൾ ചൂരത്തൊട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിശീലന പരിപാടി പ്രസിഡന്റ് ഫാദർ ജോസ് മോനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കറുകുറ്റി ഏഞ്ചൽ ഫീഡ്സ് ആൻഡ് ഫാംസ് MD ജോർജ് ചിറ്റിലപ്പള്ളി, മാർക്കറ്റിംഗ് മാനേജർ സെബാസ്റ്റ്യൻ സേവ്യർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രതിവർഷം 320 വരെ മുട്ടയിടുന്ന കോഴികളെയാണ് തങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് ഫാദർ പോൾ ചൂരത്തൊട്ടി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു പുതിയ പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഈ ഏഞ്ചൽ ഫീഡ്സ് ആൻഡ് ഫാംസുമായിട്ട് സഹകരിച്ച് മുട്ടക്കോഴി വളർത്തലിന് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോസ് മോനിപ്പള്ളിയുണ്ട്, ക്രെഡിറ്റ് യൂണിയൻ സെക്രട്ടറി ജോൺസൺ സാറുണ്ട്, ഫാമിൽ നിന്ന് വന്നിരിക്കുന്ന ജോർജ് സാറ്, സെബാസ്റ്റ്യൻ സാറ്. ട്രെയിനിങ്ങിൽ ഒരു 300ഓളം പേര് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. രൂപതയുടെ സാമൂഹ്യക്ഷേമ വികസന വിഭാഗത്തിൽ നിന്ന് ഈ പുതിയ പ്രോജക്റ്റ് അനുസരിച്ച് രൂപതയുടെ എല്ലാ ഭാഗങ്ങളിലും സംഘങ്ങൾ വഴി ഈ മുട്ടക്കോഴി വളർത്തൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 1000-ൽ ശിഷ്ടം കുടുംബങ്ങളെയാണ് അതിൻ്റെ പ്രൈമറി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ ലീഫ്ലെറ്റിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ സമൃദ്ധ സുന്ദരമായ ആരോഗ്യപൂർണമായ ഒരു കേരളം, ഒരു ആരോഗ്യമുള്ളൊരു ജനത, അതിനു വേണ്ടിയിട്ടാണ് കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പുതിയ പ്രോജക്റ്റ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ന് ഈ നടത്തുന്ന ട്രെയിനിങ് വഴി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ്
കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സ്കീമിൽ ഈ കോഴികളെയും കൂടും തീറ്റയും ഉൾപ്പെടെ വിവിധ വീടുകളിൽ സംഘങ്ങൾ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ പുതിയ പ്രോജക്റ്റ് KSS എന്ന് വിഭാവനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ട്രെയിനിങ് ആണ് തൊടുപുഴ ബേസ് നടത്തി വെച്ച് കഴിഞ്ഞ് കോതമംഗലത്ത് ട്രെയിനിങ് ഇനി ചില ഓണാഘോഷ വാർത്തകൾ. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ കുടുംബ കൂട്ടായ്മകളും ഓണാഘോഷവും നടന്നു. തൊടുപുഴ ത്രിവേണി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അർബൻ ബാങ്ക് ഹാളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും പൊതുസമ്മേളനവുമാണ് ഉണ്ടായിരുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷ്, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ DYSP ആന്റണി തോമസ്, മികച്ച അംഗനവാടി അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ TK അംബികാദേവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ പ്രദേശത്ത് ഏകദേശം 23ഓളം റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. ഇതിൽ ത്രിവേണി റെസിഡൻസ് അസോസിയേഷനാണ് ഞങ്ങളെ ഈ 3 വ്യക്തികളെ വിളിച്ച് ഇങ്ങനെ ഒരു ആദരവ് തരുവാനുള്ള സൗമനസ്യം കാണിച്ച ആദ്യത്തെ അസോസിയേഷൻ. എൻ്റെ 25ാമത് സർവീസിന്റെ വർഷമാണിത്. ഇനി ഒരു 2.5 വർഷക്കാലമേ ഉള്ളൂ സർവീസ്. ഈ പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു അംഗീകാരമാണ് ഇന്ത്യൻ പോലീസ് മെഡൽ. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരൻ ആണ് ഇത് അവാർഡ് ചെയ്യുന്നത്. ആ ലിസ്റ്റിൽ പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലീസ് സേനയിൽ വന്ന ജോലി ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അത് സാധിച്ചു. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. മണക്കാട് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങൾ കൗതുകമായി. ഒളമറ്റം ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ നടത്തി. മാരിയൽ കലങ്ക് മൗര്യ ഗാർഡൻസിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. കലാകായിക മത്സരങ്ങൾ, ഓണസദ്യ തുടങ്ങിയവയായിരുന്നു പ്രധാന പരിപാടികൾ. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയാ, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമൊഴിയണിയുകയാ, പടയണി കൂട്ടി പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയ ലഹരിയിൽ അടിമുടിയുലയുകയാ, പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയാ,
പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയാ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഓണത്തെക്കുറിച്ചാണ്. ഓണം നമ്മുടെ കേരളീയ ഉത്സവമാണ്. ഓണം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പൂക്കളമാണ്. പിന്നെ പുലിക്കളി, വള്ളംകളി, കൈകൊട്ടിക്കളി ഇവയൊക്കെ. പക്ഷെ നമ്മുടെ കേരളം ഇപ്പോൾ നമ്മുടെ ഓണം വെറൊരു കുട്ടിക്കളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തു പറ്റി നമ്മുടെ കേരളത്തിന്? പണ്ട് മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെയൊന്നുമല്ല. കള്ളവും ചതിയും തിങ്ങി നിറങ്ങി നമ്മുടെ കേരളം ശരിക്കും ഒരു കുട്ടിക്കളിയായിട്ടാണ് ഓണം എടുത്തിരിക്കുന്നത്. മണക്കാട് കാഞ്ഞിരമ്പാറ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം ഞായറാഴ്ച നടത്തും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വഴുത്തലയിൽ ചേർന്ന KTUC M മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ നീരൊഴുക്ക് തുടർന്നാൽ ഇടുക്കി ഡാം ഒരു ദിവസത്തിനകം തുറക്കും. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ 86ാം സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ നാടെങ്ങും ആചരിച്ചു. വിലയിടിവും വൈദ്യുതി ചാർജ് വർധനയും കേരളത്തിലെ ചെറുകിട കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.